Hello and welcome to the new video. Last video നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് ഏതൊക്കെ ടൈപ്പാണ് ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇതിലെ അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ സപ്പോർട്ട്സ് ആണ്. ഈ ട്രാൻസ്മിഷൻ ലൈൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, സോ ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഫോർ ഓവർഹെഡ് ലൈൻ കണ്ടക്ടേഴ്സ് ആർ വേരിയസ് ടൈപ്സ് ഓഫ് പോൾസ് ആൻഡ് ടവേഴ്സ് വിച്ച് ആർ കോൾഡ് ദ ലൈൻ സപ്പോർട്ട്സ്. സോ ഇത് ചിലപ്പോൾ പോൾസ് ആയിരിക്കാം, ചിലപ്പോൾ ടവേഴ്സ് ആയിരിക്കാം. അപ്പോൾ അത് ഡിഫറെൻറ്റ് കൺസിഡറേഷൻസിന് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടൈപ്പും സൈസും ഒക്കെ വരുന്നത്. എപ്പോൾ ടവറിലേക്ക് പോകണം, എപ്പോൾ പോള് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പറയുന്ന ലൈൻ സപ്പോർട്ട്സിന് ദർ ഷുഡ് ബി സം ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓർ പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലെന്തായാലും ഒന്ന് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു വിത്ത്സ്റ്റാൻഡ് വെയിറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ആൻഡ് വിൻഡ് ലോഡ്സ് എക്സെട്ര. ഏറ്റവും ബേസിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് തന്നെയായിരിക്കും. കാരണം ഇത് ആ കണ്ടക്ടേഴ്സിനെ അവിടെ ആ പ്ലേസിൽ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം. അത് ലോങ്ങർ ഡ്യൂറേഷൻസിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ വെക്കണം. അപ്പോൾ അതിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് അതിൻ്റെ ഹൈ ആയിരിക്കണം. പിന്നെ ഈ വിൻഡ് ലോഡ്സും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസും ഒക്കെ കാരണം ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. then it should be light in weight without the loss of mechanical strength. എത്രത്തോളം വെയിറ്റ് കുറയുന്നോ അത്രയും നല്ലത് എന്നുള്ളതാണ് വേറൊരു കാര്യം. മെക്കാനിക്കൽ സ്ട്രെങ്ത് കുറയാനും പാടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കാണുന്ന പോലെ ടവേഴ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഫുൾ ഏരിയ ആ കണ്ടക്ട് വെച്ചിട്ട് നല്ല ടവർ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, ബട്ട് മെക്കാനിക്കൽ സ്ട്രെങ്ത് ഷുഡ് ബി ഹൈ. ചീപ്പ് ഇൻ കോസ്റ്റ് ആൻഡ് എക്കണോമിക്കൽ ടു മെയിൻറ്റെയിൻ. കോസ്റ്റ് കുറവായിരിക്കണം, മെയിൻ്റനൻസും കുറവായിരിക്കണം. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഏത് ടൈപ്പ് പോളിലേക്ക് പോവും എന്നുള്ളത് ആലോചിക്കാറുള്ളത്. ദെൻ ഇറ്റ് ഷുഡ് ബി ഹാവിങ് എ ലോങ്ങർ ലൈഫ് സ്പാൻ. അപ്പോൾ ലോങ്ങർ ലൈഫ് നെസസറി ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഈ ട്രാൻസ്മിഷൻ ലൈനൊന്നും ഇടയ്ക്ക് പോയി മാറ്റുക, അതിൻ്റെ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ഒന്നും ഇടയ്ക്കിടയ്ക്ക് മാറ്റണമെന്ന് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ലോങ്ങർ ലൈഫാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം വരുന്നത്. ദെൻ ഈസി ആക്സസിബിലിറ്റി ഓഫ് കണ്ടക്ടർ ഫോർ മെയിൻ്റനൻസ്. സോ ഈസി ആക്സസിബിലിറ്റി കൂടിയും കിട്ടണം. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിൽ ക്ലൈംപ് ചെയ്ത് മെയിൻ്റനൻസ് ഒക്കെ നടത്താനും എളുപ്പമായിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ദ ലൈൻ സപ്പോർട്ട്സ് യൂസ് ഫോർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് പവർ ആർ വേരിയസ് ടൈപ്സ് ഓഫ്. അതിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് വുഡൻ പോൾസ്, സ്റ്റീൽ പോൾസ്, RCC പോൾസ് ആൻഡ് ദ സ്റ്റീൽ ടവേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ജനറലി നമ്മൾ ഉപയോഗിക്കുന്നത്. വുഡൻ പോളുകൾ പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ അധികം ഇല്ല. ദെൻ സ്റ്റീൽ പോൾസ് അത് കുറേ കാണാം. RCC റീൻഫോഴ്സ് കോൺക്രീറ്റ് അത് വെച്ചിട്ടുള്ള നമുക്ക് ഒരുപാട് കാണാം. ദെൻ ഏറ്റവും അധികം കാണുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഇവിടെ കാണുന്ന ടവർ സ്ട്രക്ചറുകൾ, സ്റ്റീൽ ടവേഴ്സ്. ആൻഡ് ദ ചോയ്സ് ഓഫ് ദ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഫോർ എ പെർട്ടിക്കുലർ കേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ the line span, cross-sectional area, line voltage, cost and local weather conditions. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് ലൈൻ സപ്പോർട്ട് ചൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? സ്പാൻ, ക്രോസ് സെക്ഷണൽ ഏരിയ, ലൈൻ വോൾട്ടേജ്, കോസ്റ്റ് ആൻഡ് ലോക്കൽ കണ്ടീഷൻസ്. ഓക്കെ, സോ ഈ 5 ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് സപ്പോർട്ട് വേണം എന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആൻഡ് ഏറ്റവും പ്രൈമറി ടൈപ്പ് എന്ന് പറഞ്ഞാൽ വുഡൻ പോൾസ് ആണ്. സോ ഏറ്റവും അധികം നമ്മൾ പണ്ട് ഉപയോഗിച്ചായിരുന്ന ഒരു ടൈപ്പ് പോള സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആണ് വുഡൻ പോൾസ്. ദീസ് ആർ മെയ്ഡ് ഓഫ് സീസൺ വുഡ് and are suitable for lines of moderate cross-sectional area and of relatively shorter spans, say up to 50 meters. ഇപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ കുറവായിട്ടുള്ള കണ്ടക്ടേഴ്സിനാണ് നമ്മൾ മെയിൻലി ഇത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഹയർ വോൾട്ടേജസ് അല്ല എന്നാണ് എൻ്റെ അർത്ഥം. ദെൻ സേ സ്പാൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള കേസ്, രണ്ട് തമ്മിലുള്ള സ്പാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, രണ്ട് പോളുകൾ തമ്മിലുള്ള സ്പാൻ, സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള സ്പാൻ ഒരു ലെസ് ദാൻ 50 മീറ്റേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ മെയിൻലി എന്ത് ഉപയോഗിച്ചായിരുന്നത്, വുഡൻ പോൾസ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ചീപ്പ്, ഈസിലി അവൈലബിൾ, provide insulating properties and therefore are widely used for distribution purpose in rural areas as an economical proposition. So rural areasലെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും എല്ലായിടത്തൊന്നും ഉപയോഗിക്കുന്നില്ല, എന്നാലും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം ഫോർ ഡിസ്ട്രിബ്യൂഷൻ പർപ്പസ് ബിക്കോസ് ഓഫ് എക്കണോമിക്കൽ പ്രൊപ്പോസിഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ചീപ്പാണ്, ഈസിലി അവൈലബിൾ ആണ് ആൻഡ് ദെൻ പ്രൊവൈഡ്സ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി. സോ ഇൻസുലേറ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ആലോചിക്കുക, നമ്മൾ ഒരിക്കലും പച്ച വുഡല്ല യൂസ് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യാത്ത
ഉണങ്ങിയ മരങ്ങളാണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇൻസുലേറ്റിംഗ് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞത്. ആൻഡ് ദ വുഡൻ പോൾസ് ജനറലി ടെൻ ടു റോഡ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ കോസിങ് ഫൗണ്ടേഷൻ ഫെയിലിയർ. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറൊരു മെയിൻ ഇഷ്യൂ, റോട്ടിങ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. ഇപ്പോൾ കുഴിച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ റോട്ടിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ പോർഷൻ ഓഫ് ദ പോൾ ബിലോ ദ ഗ്രൗണ്ട് ലെവൽ ഈസ് ഇംപ്രിഗ്നേറ്റഡ് വിത്ത് പ്രിസർവേറ്റീവ് കോമ്പൗണ്ട്സ് ലൈക്ക് റിസോർട്ട് ഓയിൽ. ഓക്കെ, സോ അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവാം അണ്ടർ ഗ്രൗണ്ട് ലെവൽ. ആൻഡ് നോർമലി നമ്മൾ കണ്ടിട്ടുണ്ടാവുക അധികം സിംഗിൾ പോൾ സ്ട്രക്ചേഴ്സ് ആണെങ്കിലും ഡബിൾ പോൾ സ്ട്രക്ചേഴ്സ് ഓഫ് എ ഓർ എച്ച് ടൈപ്പ് ആർ ഓഫൻ യൂസ് ടു ഒബ്റ്റെയിൻ ഹയർ ട്രാൻസ്ഫർ സ്ട്രെങ്ത് ദാറ്റ് കുഡ് ബി എക്കണോമിക്കലി പ്രൊവൈഡഡ് ബൈ മീൻസ് ഓഫ് സിംഗിൾ പോൾസ്. സോ സിംഗിൾ പോൾസിനെക്കാട്ടിലും അധികം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഡബിൾ പോൾസ് ആണ്. അതിൽ 2 സ്ട്രക്ചേഴ്സ് ആണുള്ളത്. ഈ കാണുന്ന ടൈപ്പ് എ ടൈപ്പ് ആണ്, ഇത് എച്ച് ടൈപ്പ് ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ 2 വുഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ കേസിൽ ഇത് വെച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു, ഇവിടെയും ഈ ലോക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ സ്റ്റീൽ ബ്രേസിങ്ങും കൊടുത്തിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ ക്രോസ് ആംസ് ആണ്. അപ്പോൾ ഇതിലാണ് നമുക്കറിയാം ക്രോസ് ആംസ് സ്പാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ലെങ്ത് തന്നെയാണ് രണ്ടിൻ്റെയും ക്രോസ് ആംസ് വരുന്നുണ്ട്. കുറച്ചുകൂടി ബെറ്റർ ചിലപ്പോൾ ഇതായിരിക്കാം കൂടുതൽ സ്ട്രെങ്തിനിൽ. പിന്നെ അതിൻ്റെ മുകളിൽ ഇൻസുലേറ്റേഴ്സ് ഉണ്ടാവും. ഇൻസുലേറ്റേഴ്സിൽ കൂടിയാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, കണ്ടക്ടേഴ്സിനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇൻസുലേഷൻ ഇല്ലെങ്കിൽ നേരെ ഗ്രൗണ്ടിലേക്കുള്ളൊരു പാത്ത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ വുഡൻ പോളും ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വന്നത്. പക്ഷേ ഇതിന് എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ അധികം ഉപയോഗിക്കാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഒബ്ജെക്ഷൻസ് ആണ്. ടെൻഡൻസി ടു റോഡ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ അതെന്തായാലും ഒരു ഇഷ്യൂ തന്നെയാണ്, റോഡ് ബിലോ ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ അധികം ഡ്യൂറബിൾ എന്നുള്ളൊരു കേസ് അവിടെ പോകാം. സോ കമ്പാരിറ്റീവ്ലി സ്മോളർ ലൈഫ് 20 to 25 years. നമുക്കിത് എത്രത്തോളം ലൈഫ് കൂടുന്നോ അത്രയും നല്ലത് എന്നുള്ള രീതിയിലാണ്. കാരണം അതിൻ്റെ കോസ്റ്റും ഇടയ്ക്കിടയ്ക്ക് പോയി മാറ്റലൊന്നും നടക്കില്ല. ദെൻ cannot be used for voltages higher than 20 kV. 20 kVയിലേക്ക് മേലേക്കൊന്നും വുഡൻ പോൾസ് നമ്മൾ അത്രയും സ്യൂട്ടബിൾ അല്ല. ആൻഡ് ലെസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. സോ ബാക്കി ടൈപ്പ് ഓഫ് സപ്പോർട്ട്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെ വളരെ കുറവാണ്. ആൻഡ് റിക്വയർഡ് പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ. നമ്മൾ പറഞ്ഞു വുഡൻ പോളാണ്, റോട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പീരിയോഡിക്കൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷനും വേണ്ടി വരും. അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെ നമ്മൾ വുഡൻ പോൾസ് അത്രത്തോളം പ്രിഫർ ചെയ്യുന്നില്ല. ദെൻ വി ആർ ഇൻ ടു സ്റ്റീൽ പോൾസ്. സോ പിന്നീട് വരുന്നതാണ് സ്റ്റീൽ പോൾസ്. ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റീൽ പോൾസിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ സ്റ്റീൽ പോൾസ് ആർ ഓഫൻ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വുഡൻ പോൾസ്. എന്തുകൊണ്ടായിരിക്കും? അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ദേ പോസസ് ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോങ്ങർ ലൈഫ് ആൻഡ് പെർമിറ്റ് ലോങ്ങർ സ്പാൻസ് ടു ബി യൂസ്ഡ്. ഇപ്പോൾ മറ്റേതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ അഡ്വാൻറ്റേജ് ആണ്. ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്, ലോങ്ങർ ലൈഫ്, ദെൻ ലോങ്ങർ സ്പാൻസ് കൊടുക്കാം. മറ്റൊരു 50 മീറ്റർ വരെ ലിമിറ്റഡ് ആയിരുന്നു പറഞ്ഞു, ഇവിടെ നമുക്ക് അതിലും കൂടുതൽ സ്പാൻസിനും ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ജനറലി യൂസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ പർപ്പസ് ഇൻ സിറ്റീസ്. സോ സിറ്റീസിലൊന്നും ഒരിക്കലും എന്തായാലും നമ്മൾ ഇപ്പോൾ എന്ത് കാണില്ല, വുഡൻ പോൾസും കാര്യങ്ങളും കാണും. വുഡൻ പോൾസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇല്ലാണ്ട് ആയിരിക്കുന്നു. അപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് സിറ്റീസിൽ ഡിസ്ട്രിബ്യൂഷൻ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ് നീഡ് ടു ബി ഗാൽവനൈസ്ഡ് ഓർ പെയിൻറ്റഡ് ഇൻ ഓർഡർ ടു പ്രൊലോങ് ഇറ്റ്സ് ലൈഫ്. മറ്റേത് റോട്ടിങ്ങിന് അവിടെ നമ്മൾ ഇംപ്രിഗ്നേറ്റ് ചെയ്തായിരുന്ന പോലെ ഇവിടെ ഇതിൻ്റെ സപ്പോർട്ട്സ് എന്ത് ചെയ്തിരിക്കണം, ഗാൽവനൈസ് ചെയ്ത് അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ലൈഫ് എത്രയും കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ദ സ്റ്റീൽ പോൾസ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ അത് തന്നെ പല ടൈപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും. റെയിൽ പോൾസ്, അതായത് എച്ച് ടൈപ്പ് ആയിട്ടുള്ള പോൾസ്, ദെൻ ട്യൂബുലാർ പോൾസ് ആൻഡ് റോൾ സ്റ്റീൽ ജോയിൻസ്. ഡിഫറെൻറ്റ് ടൈപ്പ് സ്റ്റീൽ പോൾസിൻ്റെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റീൽ പോൾസ് വരുമ്പോൾ മെയിനായിട്ട് ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോങ്ങർ ലൈഫ് ആൻഡ് permit longer spans. Okay, then we are into RCC poles. So what is RCC? Reinforced concrete poles. So reinforced concrete poles പിന്നെ കുറേ അധികം പോപ്പുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഏറ്റവും അധികമായിട്ട്. ഇപ്പോൾ ഏറ്റവും അധികം നമ്മൾ കാണുക ഈ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പോൾസ് തന്നെയായിരിക്കും. ബിക്കോസ് ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോങ്ങർ ലൈഫ് ആൻഡ് പെർമിറ്റ് ലോങ്ങർ സ്പാൻസ് ദാൻ സ്റ്റീൽ പോൾസ്. സ്റ്റീൽ പോൾസിനെക്കാട്ടിലും ബെറ്റർ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോങ്ങർ ലൈഫ് ആൻഡ് പെർമിറ്റ് ലോങ്ങർ സ്പാൻസ് വെൻ കമ്പയർഡ് ടു വുഡൻ പോൾസ് ആയിരുന്നു സ്റ്റീൽ പോൾസ്. അതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ട് ആര് തരും? RCC, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പോൾസ് തരുമെന്നാണ് പറയുന്നത്. ആൻഡ് ദേ ഗിവ് ഗുഡ് ഔട്ട്ലുക്ക്, റിക്വയർ ലിറ്റിൽ മെയിൻ്റെനൻസ് ആൻഡ് ഹാവ് ഗുഡ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിനെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി നോക്കണം. മറ്റോടത്ത് സ്റ്റീൽ പോളായിരുന്നു, കണ്ടക്ട് ചെയ്യാം. പക്ഷേ in this case they have good outlook, require little maintenance and have good insulating properties. And the holes in the poles, ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഇത് ഫുള്ളി കോൺക്രീറ്റ് അല്ല, ഇടയ്ക്ക് ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഹോൾസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെസിലിറ്റേറ്റ്
climbing of the poles and at the same time reduce the weight of line supports. Okay, അപ്പോൾ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും ക്ലൈംബ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ഹോൾസ് അതിൽ ഇട്ടിരിക്കുന്നത്. And the main difficulty with the use of these poles is the high cost of transport owing to their heavy weight. ഇതിന് വെയിറ്റ് കൂടുതലാണ് ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സ്റ്റീൽ പോളിനെ വുഡൻ പോളിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് വളരെ വളരെ അധികമാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. കാരണം എന്താ വെച്ചാൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വേണ്ട സ്ഥലങ്ങളാണെങ്കിൽ ഓഫൻ മാനുഫാക്ചർ അറ്റ് ദ സൈറ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഹെവി കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. സോ ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് റീൻഫോഴ്സ് കോൺക്രീറ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ അത് ഓൺ സൈറ്റ് ആണ് പലപ്പോഴും ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം വരുന്നത്. Then finally we are into steel towers. So in practice wooden, steel and reinforced concrete poles are used for distribution purposes at lower voltages. Normally നമ്മളിപ്പോൾ പറഞ്ഞ 3 കേസുകളും, അതായത് വുഡൻ ആയാലും സ്റ്റീൽ ആയാലും RCC ആയാലും ഒക്കെ ലോവർ വോൾട്ടേജസ് സേ അപ് ടു 11 kVക്കാണ് നമ്മളത് ഉപയോഗിക്കാറുള്ളത്. സോ ഫോർ longer transmission at higher voltages, steel towers are invariably employed. So നമുക്ക് 11 kVയിലും മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കാണുന്നത് പുറത്ത് കാണുന്നതൊക്കെ നമ്മുടെ RCC പോൾസ് ആണ്. അപ്പോൾ അതിൽ കൂടെ മെയിൻലി പോകുന്നത് 11 kV വരെ പോകുന്നുള്ളൂ എന്തായാലും. അതിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എന്തിലേക്ക് എത്തും, ടവറിലേക്ക് എത്തും, സ്റ്റീൽ ടവേഴ്സിലേക്ക് എത്തും ഫോർ ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ അറ്റ് വെരി ഹയർ വോൾട്ടേജസ്. They have greater mechanical strength, longer life, can withstand most severe climatic conditions and permit the use of longer spans. So എല്ലാ അഡ്വാൻറ്റേജസും അവർക്ക് വരുന്നുണ്ട് സ്റ്റീൽ ടവേഴ്സിന്. ഹാവ് എ ഗ്രേറ്റർ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ലോങ്ങർ ലൈഫ്, ക്യാൻ വിത്ത്സ്റ്റാൻഡ് മോസ്റ്റ് സിവിയർ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആൻഡ് പെർമിറ്റ് ദ യൂസ് ഓഫ് ലോങ്ങർ സ്പാൻസ്. ഓക്കെ, and the risk of interrupted service due to broken or punctured insulation is considerably reduced owing to longer spans. സോ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ സ്പാൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇൻറ്ററപ്റ്റഡ് സർവീസ് ഡ്യൂ ടു ബ്രോക്കൺ ഓർ പങ്ക്ചർഡ് ഇൻസുലേഷൻ ഇവിടെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ സ്പാൻ കൂടുക എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയൊക്കെ നിർത്തി വരുന്നോ, എവിടെയൊക്കെ പോള് വരുന്നോ അവിടെ ആയിരിക്കും നമ്മൾ എന്ത് വയ്ക്കുന്നത്, ഇൻസുലേറ്റേഴ്സ് വയ്ക്കുന്നത്. അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ പങ്ക്ചർ ഫെയിലിയർ കാരണം ഉണ്ടാകുന്ന ഇഷ്യൂ ഇതിൽ കുറയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു 10 എണ്ണം വയ്ക്കുന്ന സ്ഥലത്ത് വേറൊരു പോളായിരുന്നു ചിലപ്പോൾ 20 എണ്ണം വെക്കേണ്ടി വന്നിരിക്കും. അപ്പോൾ 20 എണ്ണത്തിൻ്റെ മുകളിൽ നമുക്ക് എന്ത് വെക്കേണ്ടി വരും, ഇൻസുലേറ്റേഴ്സ് വെക്കേണ്ടി. ഇവിടെ ജസ്റ്റ് 10 എണ്ണത്തിൻ്റെ മുകളിൽ വെച്ചാൽ മതി. ഇപ്പോൾ പങ്ക്ചർ ഇത് നോക്കുമ്പോൾ നമുക്ക് പ്രൊപ്പോർഷണലി ചിലപ്പോൾ ഇൻസുലേറ്റേഴ്സ് വരുമ്പോൾ ഇതിൽ 100 ആയിരിക്കുന്ന സ്ഥലത്ത് മറ്റേതിൽ ചിലപ്പോൾ 500 ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും എണ്ണത്തിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ the risk of interrupted service due to broken or punctured insulation is considerably reduced owing to longer spans. Then tower footings are usually grounded by driving rods into earth. Okay, then the double circuit has the advantage that it ensures continuity of supply. ഡബിൾ സർക്യൂട്ട് ആണ് ഇതിലധികം ഉണ്ടാവുക, രണ്ട് സൈഡിലും രണ്ട് ഇതായിട്ടാണ് അധികം ഡബിൾ സർക്യൂട്ട് ലൈൻസിന് ക്യാരി ഉണ്ടാവുക. സോ അതുകൊണ്ട് കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് വൺ സർക്യൂട്ട് ദ കണ്ടിന്യൂറ്റി ഓഫ് സപ്ലൈ ക്യാൻ ബി മെയിൻറ്റെയിൻ ബൈ ദ അതർ സർക്യൂട്ട്. ഇപ്പോൾ ബ്രേക്ക് വന്നു കഴിഞ്ഞാലും അപ്പുറത്തെ സർക്യൂട്ട് വഴി നമുക്ക് കണ്ടിന്യൂറ്റി നമുക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടവർ ഫൂട്ടിങ്സ് യൂഷ്വലി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് മിനിമൈസസ് ദ ലൈറ്റ്നിങ് ട്രബിൾസ് ആസ് ഈച്ച് ടവേഴ്സ് ആക്ട് ആസ് ലൈറ്റ്നിങ് കണ്ടക്ടർ. അപ്പോൾ അവിടെ ടവർ തന്നെ ലൈറ്റ്നിങ് കണ്ടക്ടർ ആവും, കാരണം അത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലൈറ്റ്നിങ്ങിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ നമ്മൾ അടുത്ത് പിന്നെ പറഞ്ഞത് ഡബിൾ സർക്യൂട്ടാണ്. അപ്പോൾ അതിന് മോഡറേറ്റ് അഡീഷണൽ കോസ്റ്റേ വേണ്ടുള്ളൂ ഈ ഡബിൾ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഏതാ വുഡൻ പോൾസ് ഉണ്ട് എന്ന് പറഞ്ഞു, വുഡൻ പോൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സ്റ്റീൽ പോൾസ് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ RCC, അതിൽ തന്നെ സിംഗിൾ പോളും ഡബിൾ പോളും ഒക്കെ വരാം. നമ്മളധികം അവിടെ കാണിച്ച് ഡബിൾ പോൾ ആണെങ്കിൽ സിംഗിൾ പോളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രൂസാം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഇൻസുലേറ്റേഴ്സ് ഉണ്ടാവും, അതുവഴിയാണ് കണ്ടക്ടേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവുക. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞാണ് നമ്മുടെ സ്റ്റീൽ ടവേഴ്സ് വരുന്നത്. ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജസിന്, ഹയർ സ്പാൻ, ലോങ്ങർ സ്പാൻസിന് ടവേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ.